യൂത്ത് പ്രസ്ഥാനം, യൂത്ത് മൂവ്മെന്റ് സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ സ്വഭാവത്തെ എടുത്തു കാണിക്കുന്ന കാര്യങ്ങളാണ്. പരിശുദ്ധ മാർപ്പാപ്പായുടെ ഫ്രാൻസിസ് പിതാവിൻ്റെ 3 ചിന്തകൾ ഇവിടെ എഡ്വിൻ പറഞ്ഞു കഴിഞ്ഞു. ആധുനിക ലോകത്തോട് പരിശുദ്ധ പിതാവ് യുവജനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വലിയ സ്നേഹത്തോടും താല്പര്യത്തോടും കൂടിയാണ് സംസാരിക്കാറുള്ളത് എന്ന് നമുക്കറിയാം. എനിക്കൊരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, നമുക്ക് നല്ല യുവജന സംഘടനയുണ്ട്. ഒട്ടേറെ ഇടവകളിൽ ഔദ്യോഗികമായിട്ടുള്ള യൂണിറ്റ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം കാരണം നമ്മളുടെ ക്രൈസ്തവ കുടുംബങ്ങളാണ്. പലാരൂപതയിലെ കുടുംബങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംവിധാനമാണ്. നമ്മളുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഹോം മിഷനിലൂടെ 40,000-ൽ അധികം വീടുകളിൽ കയറി ഇറങ്ങിക്കഴിഞ്ഞു. ഒരു വലിയൊരു മുന്നേറ്റമാണ്. അവിടെയെല്ലാം അവർ വീടുകളിലുള്ള യൂത്തുമായിട്ട് നല്ലതുപോലെ വർത്തമാനം പറയുകയും അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നല്ല മാതാപിതാക്കളെ, കുടുംബങ്ങളെ ഓർത്ത് നന്ദി പറയാനുള്ള ഒരു അവസരമാണ് ഈ സമ്മേളനം എന്ന് ഞാൻ കരുതുന്നു. അവർ ക്രിസ്ത്യൻ ഫാമിലീസ് ആർ ലൈക്ക് the multiple cells made of wax, fragile, always in need of reinforcement, where everyone is called to taste the honey of truth, the saving words of Jesus Christ. നമ്മുടെ വീടുകൾ അതീവ സമ്പന്നമാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ വീടുകൾ മെഴുകുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. മെഴുക് വളരെ വേഗം ഉരുകി ഇല്ലാതാകും. അത് ബലഹീനമാണ്, അത് അപ്രത്യക്ഷമാകും. അതുകൊണ്ട് കുടുംബങ്ങളെ റീഇൻഫോഴ്സ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കണം. അപ്പോഴാണ് നമുക്ക് ആ വീട്ടിനുള്ളിലെ സത്യത്തിൻ്റെ ഹണി, തേന് നമുക്ക് നുകരാനായിട്ട് സാധിക്കുന്നത്. അതിൽ നിങ്ങൾ പലാരൂപതയിലെ യൂത്ത് ഈ അടുത്ത നാളുകളിലൊക്കെ ഇൻവോൾവായ അനേകം കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ എഡ്വിൻ പറയുകയുണ്ടായി. അത് നമുക്ക് അഭിമാനമാണ്. അന്ന് കേരളം മുഴുവൻ ശ്രദ്ധിച്ച ഒരു കാര്യമായിരുന്നു നമ്മളുടെ യൂത്തിൻ്റെ ഇൻവോൾവ്മെന്റ്. ഇവിടെ പറയപ്പെട്ടതുപോലെ മറ്റൊരു കാര്യം നമ്മളുടെ കുടുംബങ്ങളിലെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാണ് പലാരൂപതയിലെ കുടുംബങ്ങൾ. ഇറ്റ് ഈസ് ആക്ച്വലി ദ ഡോക്ട്രൈനൽ ഫോം ഓഫ് ദ ഡിസിപ്ലിൻ ഓഫ് ക്രിസ്ത്യൻ ഫാമിലീസ്. പ്രാർത്ഥന എന്നത് ഡോക്ടറിനാണ്. ഡിസിപ്ലിൻ, അച്ചടക്കം പ്രദാനം ചെയ്യുന്ന കാര്യമാണ്. നമ്മളൊരു സർവകലാശാലയിൽ പോയി പഠിച്ചെടുക്കുന്ന വലിയ തിയറികൾ പോലെയല്ല, പ്രാക്ടിക്കലായിട്ടുള്ള ഡോക്ടറിൻസാണ് നമ്മുടെ വീടുകളിൽ പ്രാർത്ഥനയിലൂടെ, കൂട്ടായ്മയിലൂടെ, ഒരുമിച്ചുള്ള ഭക്ഷണത്തിലൂടെ എല്ലാം നമ്മൾ അനുഭവിച്ച് അറിയുന്നത്. സഭയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന രക്തമാണ് കുടുംബ പ്രാർത്ഥന. നമുക്ക് താരതമ്യേന നമ്മളുടെ രൂപത നമുക്കതിൽ അഭിമാനിക്കാം. അങ്ങനെ ഒരു ഡോക്ട്രിൻ, സന്ധ്യാപ്രാർത്ഥന എന്ന ഡോക്ട്രിൻ, ആ പ്രബോധനം തരക്കേടില്ലാത്ത വിധത്തിൽ കാത്തു സംരക്ഷിക്കുന്ന ഒരു രൂപതയായതുകൊണ്ടാണ് നമുക്ക് നല്ല യൂത്തിനെ, നിങ്ങളെ പോലെയുള്ള ആക്റ്റീവായിട്ടുള്ള ഒരു സമൂഹത്തെ നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഈ അടുത്ത നാളിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. 2025 നമ്മളുടെ ആദ്യത്തെ സൂനകദോസ്, നിഖിയ സൂനകദോസ് കൂടിയിട്ട് 1700 വർഷങ്ങൾ തികയാൻ പോവുകയാണ്. 1700 വർഷങ്ങൾക്ക് മുമ്പ് നിഖിയായിൽ വെച്ച് കൂടിയ ആ സൂനകദോസാണ് ഈശോയെക്കുറിച്ച്, പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ച് എല്ലാം നമ്മളെ പഠിപ്പിച്ചതും നമുക്ക് പറഞ്ഞു തന്നതും.
അതുകൊണ്ട് വരുന്ന ആളുകളിൽ നമ്മളുടെ ഈ യൂത്ത് ഫോറങ്ങളിൽ നിഖിയാ സുനകദോസിന്റെ ആ ഡോക്ട്രിൻ, അത് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം, പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം തുടങ്ങിയ ക്രിസ്റ്റോളജിക്കൽ കോൺസ്റ്റൻസ് നമ്മളെ നല്ലതുപോലെ പഠിപ്പിക്കുന്ന ഒരു സിനഡാണ്. നമുക്കതൊരു ദൗത്യമായിട്ട് ഏറ്റെടുക്കണം. അടുത്ത വർഷം 25 നമ്മൾ കയറുമ്പോൾ ഈ സുനകദോസിന്റെ കോൺസ്റ്റാന്റിനോപ്പിളിലെ ഇന്നത്തെ ഇസ്താംബൂള് എന്ന് പറയപ്പെടുന്ന ടർക്കി എന്ന രാജ്യത്താണ് ഈ നിഖിയ അല്ലെങ്കിൽ നൈസിയ. ആ കൗൺസിലിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ ഞാൻ പറഞ്ഞ പ്രാക്ടിക്കൽ ഡോക്ട്രിൻസ് അതിനെ ഒന്നുകൂടെ ബലപ്പെടുത്താനും ശക്തിപ്പെടുത്താനും ഒക്കെ നമുക്ക് സാധിക്കും. വില്യം അലക്സാണ്ടർ എന്ന വലിയ ഒരു പണ്ഡിതൻ യൂത്തിന് വേണ്ടിയുള്ള അഷ്ടഭാഗ്യങ്ങൾ എന്ന പേരിൽ ഒരു വാക്യം രൂപീകരിച്ചിട്ടുണ്ട്. ഞാനതൊന്ന് വായിക്കാം. ബിഫോർ യു സ്പീക്ക് ലിസൺ, സംസാരിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. ബിഫോർ യു റൈറ്റ് തിങ്ക്, എഴുതുന്നതിന് മുമ്പ് ചിന്തിക്കണം. ബിഫോർ യു സ്പെൻഡ് ഏൺ, ചെലവാക്കുന്നതിന് മുമ്പ് സമ്പാദിക്കണം. ബിഫോർ യു ഇൻവെസ്റ്റ്, ഇൻവെസ്റ്റിഗേറ്റ്, എവിടെ നിക്ഷേപിക്കണം എന്നതിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം. ബിഫോർ യു ക്രിട്ടിസൈസ്, വെയിറ്റ്, വിമർശിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് അല്പം സാവകാശം എടുക്കുക. ബിഫോർ യു പ്രേ, ഫോർഗീവ്, എല്ലാം ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒരുമ്പെടുക. ബിഫോർ യു റിട്ടയർ, സേവ്, നിങ്ങൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും സമ്പാദിക്കുക. ബിഫോർ യു ഡൈ, ഗിവ്, മരിക്കുന്നതിന് മുമ്പ് എല്ലാം കൊടുക്കുക. അഷ്ടഭാഗ്യങ്ങളാണ്, 8 കാര്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും പ്രചോദനം നൽകുന്ന കാര്യമാണത്. യൂത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്കും അതിനെ തോന്നിയിട്ടുണ്ട്. ഓരോ യൂത്തും ഒരു സീഡാണ്, ഒരു വിത്താണ്. ആ വിത്ത് ഈശോയാകുന്ന മരത്തിൽ നിന്ന് വീഴുന്നതാണ്. അതുകൊണ്ട് ആ മരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല വിത്തുകളായിട്ട് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നതും ഈ അഷ്ടഭാഗ്യങ്ങൾ നമുക്കൊരു പ്രവർത്തന ഗൈഡ് ലൈൻ പോലെ സ്വീകരിക്കാൻ പറ്റുന്നതും. ഇന്ന് ലോകത്തില് ദ മിസ്റ്ററി ഓഫ് യൂഡാസ് ഈ സ്പ്രെഡിങ് എന്ന് പറയാറുണ്ട്. യൂദാസിന്റെ ആ രഹസ്യം, ആ പെർവേർട്ടഡ് പേഴ്സണാലിറ്റി അത് വ്യാപിക്കുകയാണ്, എല്ലായിടത്തും വ്യാപിക്കുകയാണ്. സമസ്ത മേഖലകളിലും അത് വളർന്ന് പന്തലിക്കുകയാണ്. കർത്താവിനെ ഒറ്റിക്കൊടുത്തവനാണ് യൂദാസ്. അത്തരത്തിലുള്ള ചിന്തകള് സ്പ്രെഡ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് പലാരൂപതയുടെ യൂത്ത് ഒരു ട്രൂ അപ്പോസ്റ്റൽ, ഒരു യഥാർത്ഥ ശ്ലീഹായിക്കടുത്ത ശുശ്രൂഷകനായിട്ട് മാറണം. നമുക്കതാണ് എപ്പോഴും യൂത്ത് അപ്പോസ്റ്റലേറ്റ് എന്ന് പറയുമ്പോഴും ശ്ലീഹന്മാർക്കടുത്ത ആ ശുശ്രൂഷയിലേക്കാണ് പോകേണ്ടത്. ജൂഡാസ് എന്ന ആ രഹസ്യം സ്പ്രെഡ് ചെയ്യുന്ന ഈ നാടുകളിൽ നമുക്ക് കൂടുതൽ കരുതൽ വേണം. ഫ്രാൻസിസ് അസീസിയോട് കുരിശിൽ കിടന്ന ഈശോ പറഞ്ഞു, ഗോ ആൻഡ് റിപ്പയർ മൈ ചർച്ച്. എന്താണ് അതിന്റെ അർത്ഥം? ഗോ ആൻഡ് റിപ്പയർ ബൈ യുവർ ഫെയ്ത്ത്, ബൈ യുവർ ഹോപ്പ്, ബൈ യുവർ ചാരിറ്റി. അതാണ് നമുക്ക് നമ്മളുടെ സഭയെ റിപ്പയർ ചെയ്യേണ്ടത്. നമ്മളുടെ വിശ്വാസം വഴി, നമ്മുടെ പ്രത്യാശ വഴി, നമ്മളുടെ ചാരിറ്റി വഴിയാണ്. ഗോ ആൻഡ് റിപ്പയർ യുവർ ചർച്ച് ബൈ ദീസ് തിങ്സ്. നമുക്ക് വിശ്വാസത്തിൽ ആഴപ്പെടാൻ സാധിക്കുമ്പോൾ, പ്രത്യാശയിൽ നിൽക്കാനായിട്ട് സാധിക്കുമ്പോൾ, കാരുണ്യ പ്രവൃത്തികളിൽ ഇടപെടുമ്പോൾ നമ്മൾ സഭയെ റിപ്പയർ ചെയ്യുകയാണ്. യൂഡാസ് സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് റിപ്പയർ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ആഴങ്ങളിലേക്ക് ഇറങ്ങണം.
അങ്ങനെയുള്ള വലിയ വർക്കുകളാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പലായുടെ യൂത്തിൻ്റെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു എന്ന് നമുക്ക് അറിയാം. വി ഷുഡ് നോട്ട് പേഗനൈസ് അവർ നെയ്ബേഴ്സ്. നമ്മളുടെ തൊട്ടടുത്ത് അയൽവക്ക മതങ്ങളുണ്ട്, നെയ്ബറിംഗ് റിലിജിയൻസ്. വി ഷുഡ് നോട്ട് പേഗനൈസ് ദം അഗൈൻ. നമ്മളുടെ മോശമായ പ്രവൃത്തികൾ വഴി, നമ്മുടെ വിശ്വാസക്കുറവ് വഴി നമ്മുടെ അയൽവക്കത്തുള്ളവരെ വീണ്ടും വിജാതീയരാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കരുത്. അതുകൊണ്ട് യൂത്ത് അപ്പോസ്റ്റലേറ്റ് എന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് യൂത്തിനെ കൊണ്ട് ഒരാവശ്യവുമില്ല, ഒന്നിനും കൊള്ളില്ല. വിശ്വാസമില്ലെങ്കിൽ, മോറൽ പ്രിൻസിപ്പിൾസ് ഇല്ലെങ്കിൽ, ദൈവവചന പരിചയമില്ലെങ്കിൽ, ദൈവാരാധനയോട് നമുക്ക് അടുപ്പമില്ലെങ്കിൽ, വി ആർ സെക്കൻഡ് ഹാൻഡ്സ്. നമുക്ക് അങ്ങനെയുള്ള സെക്കൻഡ് ഹാൻഡ്സ് യൂത്തിൻ്റെ എണ്ണം കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ വിസിറ്റുകൾക്കൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, നിങ്ങൾ യൂത്ത് സംഘടനാപരമായ രൂപത്തിൽ ഇല്ലെങ്കിൽ പോലും യൂത്ത് നമ്മളുടെ ഇടവകകളിൽ നല്ലതുപോലെ ആക്റ്റീവാണ്. നേരത്തെ പള്ളിയിൽ വന്ന് 6-7 മണിക്കൂർ എടുക്കുന്ന കർമ്മമാണ് വിസിറ്റ്. അതിലെല്ലാം പങ്കെടുത്ത് ഏറ്റവും അവസാനം വരെ പല പള്ളികളിലും നിൽക്കുന്നത് യൂത്താണ്. അതാണ് അപ്പോസ്റ്റലേറ്റ്. അതാണ് പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന യുവാക്കന്മാരുടെ പ്രത്യേകത. ചാൾസ് ടൈലർ പറയുകയുണ്ടായി, 1500കളിൽ പാശ്ചാത്യ സമൂഹത്തില് വിശ്വസിക്കാതിരിക്കുക എന്നത് അസാധ്യമായിരുന്നു എങ്കിൽ 2000-ൽ വിശ്വസിക്കുക എന്നത് എളുപ്പമല്ല എന്ന് മാത്രമല്ല, എളുപ്പത്തിൽ ഒഴിവാക്കാവുന്ന കാര്യമായി മാറ്റിക്കളഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അതാണ് വിശ്വാസ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പലായുടെ യൂത്ത് ഒരു ഇന്ധനമായിരിക്കണം. അത് ജ്വലിച്ച് നിൽക്കണം, കത്തിയെരിഞ്ഞ് ചമ്പലായി പോകരുത്. സാമൂഹിക തിന്മകൾക്കെതിരായിട്ട് പോരാടണം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകരുത്. അതിനെതിരായിട്ട് സജീവമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ ചെയ്യണമെങ്കിൽ സെക്കൻഡ് ഹാൻഡ്സ് യൂത്ത് ആകരുത്. നമുക്ക് പ്രൈമറി ആയിട്ടുള്ള തലങ്ങളിൽ വ്യാപരിക്കാനായിട്ട് സാധിക്കണം. സുവിശേഷത്തിലെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു യുവാവിനോട് ഈശോ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അയാള് നല്ല ആളായിരുന്നു, പക്ഷേ എല്ലാം വിട്ടുകളയണം എങ്കിൽ മാത്രമേ എന്നെ അനുഗമിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ നിരാശനായി പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ജൂഡാസ് ഈസ് സ്പ്രെഡിങ്. സെക്കൻഡ് ഹാൻഡ് യൂത്ത് ആർ സ്പ്രെഡിങ്. പേഗനൈസിങ് ബൈ ദ കാത്തലിക് യൂത്ത് ഈസ് ഇൻക്രീസിങ്. അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ഈ യുവാവ് നമ്മെ വേദനിപ്പിക്കുന്നുണ്ട്. കർത്താവിനെ കേട്ടുകഴിഞ്ഞപ്പോൾ ദുഃഖത്തോടുകൂടി മടങ്ങിപ്പോവുകയാണ്. അതിനെയെല്ലാം ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ നല്ല വിത്തുകളായിട്ട് നമുക്ക് വളർന്ന് സൈറ്റ് മുളകൾ പോലെ ആയിരിക്കണം പാലായിലെ യൂത്ത്. സൈറ്റ് മുളകൾ, സൈറ്റ് ചെടിയാണ് ലോകത്തിലെ ഏറ്റവും നല്ല ചെടി. ഔഷധ മൂല്യമുള്ളത്, എല്ലാവർക്കും ഇഷ്ടമുള്ളത്, മേശയ്ക്ക് ചുറ്റും വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള നല്ല മുളകളായിട്ട് നിങ്ങൾക്ക് എന്നും വ്യാപരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഈ സമ്മേളനം ഇവിടെ നമ്മളുടെ ഈ ഓട്ടോണമസ് കോളേജിൽ നടത്താൻ സാധിച്ചതിൽ എനിക്കും വലിയ അഭിമാനമുണ്ട്. കാരണം നമ്മളുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള രൂപതയുടെ ഹൃദയമായിട്ടുള്ള സ്ഥാപനമാണ് ഈ സെന്റ് തോമസ് ഓട്ടോണമസ് കോളേജ്. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും 22,000-ലധികം യൂത്തിന് വരാനും, പലരും നിങ്ങളിവിടെ പഠിക്കുന്നവരാണ് എങ്കിൽ പോലും അത് വലിയൊരു ഇവാഞ്ചലൈസേഷൻ ഇതുവഴി നടത്തുന്നുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം നല്ല ഒരു ഇവാഞ്ചലൈസേഷന്റെ മൊതുസ്വപരാന്തി നമുക്ക് കാണിച്ചു തരുന്നുമുണ്ട്. ഇതിനുവേണ്ടി അധ്വാനം ചെയ്ത ടീമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട
മണീച്ചൻ, കുടുംബൻകുട്ടിയച്ചൻ, അതുപോലെ എഡ്വിൻ, അതുപോലെ ബഹുമാനപ്പെട്ട മിജോ ജോയി. ആ കൂട്ടത്തിൽ നിങ്ങൾ മറ്റനേകം വലിയൊരു ടീം ഇവിടെ പ്രവർത്തിച്ചു. യഥാനത്തച്ഛന് ഇതിന് നേതൃത്വം നൽകി. സിസ്റ്റേഴ്സ് നല്ലപോലെ ഇൻവോൾവായി. ഡയറക്ടേഴ്സിൻ്റെ വലിയ സാന്നിധ്യമുണ്ടായിരുന്നു. ഇപ്പോഴും നിങ്ങൾ വളരെയധികം കൊച്ചന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ഈ യൂത്തിൻ്റെ ഈ 50 വർഷങ്ങൾ നമുക്ക് വലിയ ഉന്മേഷത്തിൻ്റെയും ഉണർവിൻ്റെയും അവസരമാകട്ടെ. ഫാമിലി, കുടുംബമാണ് എല്ലാം. ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ലുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവരുടെ ഇടയിലുള്ള ഒരു സംസാരമാണ്, വിതൗട്ട് എ വുമൺ എ മാൻ ഈസ് നത്തിങ്, വിതൗട്ട് എ മാൻ എ വുമൺ ഈസ് നത്തിങ്, ബോത്ത് ആർ നത്തിങ് വിതൗട്ട് എ ചൈൽഡ്. അതാണ് അവരുടെ പഴഞ്ചൊല്ല്. ബോത്ത് ആർ നത്തിങ് വിതൗട്ട് എ ചൈൽഡ്. അതുകൊണ്ട് കുട്ടികൾ വലിയ ആത്മാഭിമാനം നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളാണ് ഈ പ്രസന്റും ഫ്യൂച്ചറും നമുക്ക് നൽകുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എന്ത് വലിയ സന്തോഷമാണ്. ഒരു കുഞ്ഞ് പിറന്നത് ശ്വാസമെടുക്കുമ്പോൾ അത് വലിയ പ്രത്യാശയാണ് നൽകുന്നത്. എസ്പേറോ എന്ന് ലത്തീനിൽ പറയുമല്ലോ. നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ നമുക്ക് ജീവനുണ്ടെങ്കിൽ അത് സ്പേറോ, അതൊരു പ്രത്യാശ നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെ പല യൂത്തിനെ കുറിച്ച്, യൂത്ത് അപ്പോസ്റ്റലിനെ കുറിച്ച് എനിക്ക് വലിയ സന്തോഷമാണ്, അഭിമാനമാണ്. ഈ രൂപതയുടെ ശക്തിയായിട്ട് പ്രത്യേകിച്ച് നമ്മൾ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് സമസ്ത മേഖലകളിലും വ്യാപരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച്